കോട്ട എന്നു പേരുള്ള സ്ഥലം ശാസ്താംകോട്ട എന്ന പേര് കൈവരിക്കാനുള്ള കാരണങ്ങൾ പറയുന്ന ഐതിഹ്യ കഥകളുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രാജാവിൻ്റെ ആജ്ഞപ്രകാരം സൈനികർ ആ യുവാവുമായി പലവിധ പരീക്ഷണങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടിയെങ്കിലും അതിലൊക്കെ സൈനികർ പരാജയപ്പെട്ടു. അതുകണ്ട് കായംകുളത്ത് രാജാവ് അതീവ സന്തോഷത്തോടെ നിനക്കെന്താണ് വേണ്ടതെന്നും എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറാണെന്നും ആ യുവാവിനോട് പറയുന്നു. ഇത് കേട്ട യുവാവ്, അടിയന് അധികമൊന്നും കിട്ടണമെന്ന് ആഗ്രഹമില്ല. അടിയൻ ഇവിടെ നിന്ന് എയ്യുന്ന ശരം ചെന്ന് വീഴുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ 12 നാഴിക ദീർഘവിസ്താരമുള്ള ഭൂമി കരമൊഴിവാക്കി കൽപ്പിച്ചു തന്നാൽ മതി. അങ്ങനെ രാജാവ് അതിന് സമ്മതം കൊടുക്കുന്നു. ശരമെടുത്തെയ്യാൻ രാജാവിൻ്റെ കൽപ്പന. യുവാവ് ശരമെടുത്തു, ഞാണിൽ തൊടുത്തു, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വലിച്ചുവിട്ടു. ആ ശരം ചെന്ന് വീഴുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നതിനായി കായംകുളത്ത് രാജാവ് തൻ്റെ വിശ്വസ്ത ഭടന്മാരിൽ ചിലരെ നിയോഗിച്ചയച്ചു. അവരോടുകൂടി ആ യുവാവും വെറുതെ നേരം പോക്കിനെന്നുള്ള ഭാവേന പന്തളത്ത് രാജാവും പോയി. ഏകദേശം 12 നാഴിക ദൂരെ ചെന്നപ്പോൾ അവിടെ ഒരു പൊയ്കയും അതിൻ്റെ തീരപ്രദേശത്ത് ഏതാനും കാളകൾ മേഞ്ഞു നിൽക്കുന്നതായും കണ്ടു. ഒരു കൂറ്റൻ കാള പന്തളത്ത് രാജാവിനെ കുത്താൻ ചെല്ലുകയും യുവാവിൻ്റെ സാഹസികമായ ഇടപെടൽ കാരണം രാജാവ് രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാരണനിമിത്തം ആ പൊയ്കയ്ക്ക് കാളകുത്തി പൊയ്ക എന്ന പേര് വന്നു എന്നാണ് പറയപ്പെടുന്നത്. വീണ്ടും പന്തളത്ത് രാജാവും യുവാവും അവരുടെ യാത്ര തുടർന്നു. ദൂരങ്ങൾ താണ്ടിയപ്പോൾ ഒരു കായലും മധ്യത്തിൽ ഒരു തുരുത്തും കണ്ടു. ഉടനെ ആ യുവാവ്, ആ തുരുത്തിലാണ് അടിയന്റെ ശരം പതിച്ചിരിക്കുന്നത് എന്നും കടവിലുള്ള പൊങ്ങുതടിയിൽ കയറി അവിടെ എത്തണമെന്നും പറയുന്നു. യുവാവിന്റെ ആവശ്യപ്രകാരം രാജാവും പൊങ്ങുതടിയിൽ കയറി. ആരും തുഴയാതെ തന്നെ പൊങ്ങുതടി തുരത്തിലടുത്തു. അവിടെ എത്തിയ രാജാവിന് ആ യുവാവിനെ കാണാൻ കഴിഞ്ഞില്ല. പൊങ്ങുതടി ഒരു മുതലയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കിയ രാജാവ് അത്ഭുതപ്പെട്ടു. തുരത്തിന്റെ ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ശിലാവിഗ്രഹവും താൻ ശബരിമല നടക്കിവെച്ച പൊൻകിരീടവും മുത്തുമാലയും ചാർത്തിയിരിക്കുന്നതായും കണ്ടു. രാജാവ് സാഷ്ടാംഗം ഭക്തിപൂർവം അവിടെ വീണ് നമസ്കരിച്ചു. സാക്ഷാൽ ശാസ്താവ് തന്നെയായിരുന്നു ആ യുവാവെന്നാണ് വിശ്വാസം. പിന്നീട് ഇവിടം കായംകുളത്ത് രാജാവ് ജനങ്ങളുടെ സൗകര്യാർത്ഥം തുരുത്തിൽ നിന്ന് ഒരു കൽച്ചിറ കെട്ടിച്ച് ഗതാഗത സൗകര്യം ഉണ്ടാക്കി. പിന്നീട് ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചുറ്റുമതിൽ കെട്ടിക്കുകയും ക്ഷേത്രത്തിൽ നിത്യനിദാനം, ആട്ടവിശേഷം മുതലായ വസ്തുതകൾ നിശ്ചയിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കോട്ട് മാറി ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു. പന്തളത്ത് രാജാവിനെയും അദ്ദേഹത്തിന്റെ പ്രിയതമയെയും അവിടെ താമസിപ്പിച്ചു. മുമ്പ് ഈ സ്ഥലത്തിന് കോട്ട എന്ന പേരുണ്ടായിരുന്നു. ശാസ്താവിന്റെ സാന്നിധ്യ നിമിത്തം അക്കാലം മുതൽക്ക് ശാസ്താംകോട്ട എന്ന പേരായി തീരുകയും ചെയ്തു. കഥാവായന ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.